പ്രിയപ്പെട്ടവരെ, അപ്പോൾ SIRൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ SIRൽ ആരൊക്കെ ഒഴിവാക്കപ്പെട്ടു, ആരൊക്കെ നിലവിലുണ്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ SIRുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ആണ് കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതെന്നൊക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ SIRൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ നിലവിൽ പുതുതായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്നാണ് നമ്മളിവിടെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ആ ഒരു സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമുക്ക് മിക്ക ലാംഗ്വേജും ഇതിൻ്റെ അകത്തുണ്ട്. മലയാളം ഉണ്ട്. വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എപ്പിക് നമ്പർ, അതായത് നിലവിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അവിടെ ആദ്യം അത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മുടെ സെലക്ട് യുവർ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളുടെ എല്ലാം പേര് വരും. ഇവിടെ നമുക്ക് കേരളയാണ് സെലക്ട് ചെയ്യേണ്ടത്. കേരളം സെലക്ട് ചെയ്തു. തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് അത് ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കോഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വലത് സൈഡിൽ ആ ഒരു റീഫ്രഷിൻ്റെ ചിഹ്നമുണ്ട്, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ക്യാപ്ച കോഡ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ താഴെ ഞാൻ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഇടത് സൈഡിൽ സെർച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്, വലത് സൈഡിൽ ക്ലിയർ എന്നും പറയുന്നുണ്ട്. ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പേര് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ക്യാപ്ച കോഡ് പെട്ടെന്നാണ് മാറി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുത്ത ക്യാപ്ച വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തെറ്റായിട്ട് വീണ്ടും കാണിക്കും. അപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് ക്യാപ്ച കോഡ് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ടാണ് സെർച്ചിൽ കൊടുക്കേണ്ടത്. സെർച്ചിൽ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ താഴെ നമ്മുടെ ഡീറ്റെയിൽസ് വരും. ഇവിടെ ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് എൻ്റെ എപ്പിക് നമ്പർ, അതായത് തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേര് വന്നിട്ടുണ്ട്, അഡ്രസ്സ് വന്നിട്ടുണ്ട്, ഏജ് അതായത് വയസ്സ് വന്നിട്ടുണ്ട്, റിലേറ്റീവിൻ്റെ എൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു കൊടുത്തത് അത് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് ആലപ്പുഴ എന്നുള്ളത് വന്നിട്ടുണ്ട്, അസംബ്ലി മണ്ഡലം. നമ്മൾ നേരത്തെയൊക്കെ പഴയ ഇതായിരുന്നല്ലോ കൊടുത്തത്. നമുക്ക് ചിലർക്ക് പഴയ മണ്ഡലം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം SIR നമ്മൾ പഴയ മണ്ഡലമാണ് കൊടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ നിലവിൽ ഏത് മണ്ഡലത്തിലാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സാണ് വരുന്നത്. അപ്പം ഇവിടെ എനിക്ക് നേരത്തെ മാവേലിക്കരയായിരുന്നു, ഇപ്പോൾ അത് കായംകുളമാണ്. അപ്പം ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നിയമസഭ കായംകുളമാണ്. SIRൽ പേരുണ്ടായിരുന്ന സമയത്ത് എൻ്റെ മാവേലിക്കരയായിരുന്നു. ഇപ്പോൾ അത് മാറി വന്നിട്ടുണ്ട്, കായംകുളം തന്നെ ആയിട്ടുണ്ട്. ബാക്കി പാർട്ട് നമ്പർ, കാര്യങ്ങൾ, ബിൽഡിങ്, അതായത് പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ വോട്ട് ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ഏത് സ്കൂളാണോ ആ സ്കൂളിൻ്റെ പേരും അതിൻ്റെ തെക്ക് വടക്ക് ഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷൻ എൻ്റെ പേര്, അതായത് ആ സ്ഥാപനത്തിൻ്റെ പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീരിയൽ നമ്പർ, അതിൻ്റെ അകത്ത് വരുന്ന സീരിയൽ നമ്പർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോം 6A, ഫോം 6B, ഫോം 7, ഫോം 8 എന്നൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പേരില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കറപ്ഷൻ, അതായത് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഫോമുകളുടെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നമ്മളത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ മെയിൻ ഇതിൻ്റെ ഓഫീസർമാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത് നമ്മുടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കളക്ടറിൻ്റെ പേരാണ്. ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല.
സെക്കൻഡായിട്ട് കൊടുത്തിരിക്കുന്ന ERO എന്ന് പറയും കൊടുത്തിട്ടുണ്ട്. അത് ഒരാളുടെ പേരും അതോടൊപ്പം തന്നെ ആ ആളിൻ്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് നമ്മുടെ BLOയുടെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. പേരും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കാനുള്ള സൈറ്റ് ലിങ്ക് കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഓക്കെ.